നാം എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് വേണ്ടി മറ്റുള്ളവർ എത്ര പ്രാർത്ഥിച്ചാലും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം നൽകുന്നില്ല എന്നോർത്ത് അസ്വസ്ഥനാകരുത്. എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ദൈവം അത് തരുന്നില്ല എങ്കിൽ അത് നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ അതിന് സമയമായിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലത് നൽകാനാകാം. അതുമല്ലെങ്കിൽ അത് നമ്മുടെ നാശത്തിന് കാരണമാകുന്നതുകൊണ്ടാകാം. അതിനാൽ നാം ഏറെ ആഗ്രഹിച്ച കാര്യം ദൈവം തന്നില്ല എന്നതിനാൽ ദൈവത്തെ ഉപേക്ഷിക്കരുത്. അത് കിട്ടിയേ തീരൂ എന്ന പിടിവാശി ഉപേക്ഷിക്കുക. നമ്മുടെ നന്മയ്ക്ക് ഉപകരിക്കുന്നതൊന്നും സ്വർഗീയ പിതാവ് തരാതിരിക്കുകയില്ല. നാം ആഗ്രഹിക്കുന്നതല്ല നമുക്ക് ആവശ്യമുള്ളതാണ് ദൈവം നൽകുന്നത്. നാം ചോദിച്ചതല്ല നമുക്ക് യോജിച്ചതാണ് ദൈവം തരുക. തൻ്റെ മക്കൾക്ക് കൂടുതൽ നന്മകൾ നൽകാനാണ് സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കാതെ ദൈവത്തിന് തന്നെ നൽകാനും ദൈവഹിതമറിയാനും ദൈവത്തെ സമീപിക്കണം. പ്രാർത്ഥന ഹൃദയം കൊണ്ടായിരിക്കണം. ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനല്ല നോക്കേണ്ടത്, ദൈവത്തെ സ്നേഹിക്കുക. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമ്മേക്കാൾ നന്നായി ദൈവത്തിനറിയാം. നമ്മുടെ നന്മയിൽ ദൈവം അതീവ തൽപരനാണ്. എന്നാലും നാം ആഗ്രഹിക്കുന്ന ചില നന്മകൾ ദൈവം നമ്മുടെ നന്മയെ പ്രതി തട്ടിമാറ്റിയേക്കാം. കാരണം പ്രഥമ ദൃഷ്ടിയിൽ നമുക്ക് നന്മയായി തോന്നുന്നത് ദൈവദൃഷ്ടിയിൽ നന്മയായി തീരണമെന്നില്ല. നാവിന് രുചിയുള്ളത് ശരീരത്തിന് ഉപകാരപ്രദമാകണമെന്നില്ല. ചിലപ്പോൾ അത് ഉപദ്രവകരമായേക്കാം. എന്നതുപോലെ നാം ആഗ്രഹിക്കുന്നത് നമുക്കുചിതമാണെന്ന് തോന്നിയേക്കാം, എന്നാൽ ദൈവദൃഷ്ടിയിൽ അത് ഉചിതമായിരിക്കണമെന്നില്ല. 1 കൊറിന്തോസ് 10:23 വചനം പറയുന്നു, എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകവും അറിവിന് അഭികാമ്യവുമാണ് തോന്നിപ്പിച്ചുവെങ്കിലും അതിൽ മരണമുണ്ടായിരുന്നു. ദൈവത്തോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന പ്രാർത്ഥനയോടെ ആയിരിക്കണം അവസാനിപ്പിക്കേണ്ടത്. നാം പ്രാർത്ഥിച്ച കാര്യം ദൈവം തരുന്നതും തരാതിരിക്കുന്നതും ദൈവസ്നേഹമാണ്. നമ്മുടെ പദ്ധതികൾ ഇന്നത്തേക്കും നാളത്തേക്കും വേണ്ടിയാണ്, എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ്. ആമേൻ.